Hello Doctor, celebrated by Prakriti Ayurveda Hospital. പ്രമേഹത്തിനു വിട പ്രകൃതിദത്തമായി. ഇനി മധുരപൂർണമായി ജീവിതം ആസ്വദിക്കൂ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മധ്യവയസ്കരിലെ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പം ഉള്ളത് കൊല്ലത്തെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ ഷീലാമണിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം മാം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, ഇതറിയാം, ഒരു യഥാർത്ഥത്തിൽ യൗവനമൊക്കെ എത്തി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വളരെ സുഖസ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ പലതരം ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളുമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ എത്തുക എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, അതായത് മധ്യവയസ്കരിലെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഗൈനക്കോളജിക്കൽ ഇഷ്യൂ ഏതാണ്? ശരിക്കും ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന കാലഘട്ടം എന്ന് പറയുന്നത് മധ്യവയസ്സാണ്. അപ്പോൾ ഈ സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ, അതായത് നമുക്ക് അമിതവണ്ണം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇത് കൂടാതെ ഈ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ സമയത്ത് വരാൻ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പേരും ഏർലി സ്റ്റേജിൽ ചികിത്സ എടുക്കത്തില്ല. കാരണം മിക്കവാറും ഉള്ള രോഗങ്ങൾക്കെല്ലാം ഒരു ബാഹ്യ ലക്ഷണങ്ങൾ കാണത്തില്ല. രോഗലക്ഷണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ചികിത്സ വൈകിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ വീട്ടുകാരിയൊക്കെ നോക്കി അവരുടെ ലൈഫിന് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചികിത്സ തേടി എത്തുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്, അപ്രോപ്രിയറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനൊക്കാതെ വരുന്നു. അപ്പം ശരിക്കും നമ്മൾ ഇവർ ആരംഭദശയിൽ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എത്തുകയാണെങ്കിൽ നമുക്കൊരു മതിയായ ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് നൽകി രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഈ മധ്യവയസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം ഫൈബ്രോയിഡ് യൂട്രസാണ്. ഇത് കൂടാതെ തന്നെ സർവൈക്കൽ ക്യാൻസർ വരാം, ഒവേറിയൻ ട്യൂമർ വരാം, പിന്നെ പെൽവിക് ഇൻഫെക്ഷൻസ് വരാം, പിന്നെ യൂട്രൈൻ ബ്ലീഡിങ് വരാം, ഒരുപാട് അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാം. പക്ഷേ എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു 35 to 45 ഇയേഴ്സിൽ കാണുന്നത് ഫൈബ്രോയിഡ് യൂട്രസ് ആണ് ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും ഈ ഫൈബ്രോയിഡ് യൂട്രസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഫൈബ്രോയിഡ് യൂട്രസുമായി ബന്ധപ്പെട്ട് അവർക്ക് ചിലപ്പോൾ മിസ്ഡ് പീരീഡ്സ് അല്ലെങ്കിൽ പീരീഡ്സ് മിസ്സാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇടയ്ക്ക് യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത്തരം പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഒരു പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമായതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ വളരെ ലഘുവായിട്ട് കാണപ്പെടുകയും അല്ലെങ്കിൽ അവഗണിക്കപ്പെടുകയും അല്ലാന്നുണ്ടെങ്കിൽ കൂടി ഒരു തിരക്ക് പിടിച്ച ജീവിതമല്ലേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, ചിലപ്പോൾ ഇവർക്ക് ജോലി കാണും, ഓഫീസ് കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. അപ്പം സ്വയം ഇവർ മനഃപൂർവ്വം അതൊരു എന്താ പറയുക, ഒരു നിഗ്ലക്റ്റ് എന്ന് പറയാം, സ്വന്തം കാര്യം അവർ നോക്കുകയില്ല. ഒരു പ്രശ്നം ഗുരുതരമായി കഴിയുമ്പോഴായിരിക്കും ആരുടെ അടുത്തിലൊന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. ഇത് തീർച്ചയായിട്ടും. അപ്പോൾ മധ്യവയസ്കിലെ ഫൈബ്രോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, അതിനെ ചികിത്സിക്കണം. പ്രത്യേകിച്ച് ഇത്തരം ഫൈബ്രോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പുള്ള കാലയളവിലാണ് പലപ്പോഴും സ്ത്രീകൾ അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാറുണ്ടാകുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഫൈബ്രോയിഡ് കൂടുതൽ വരുന്നത് ഈ കുട്ടികളില്ലാത്തവർക്ക്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കുറവ്, ഒരു കുട്ടിയേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ എങ്ങനെയാണ്, ഈ നമ്മുടെ പെൺകുട്ടികൾ തന്നെയാണെങ്കിലും ഒരു ലേറ്റ് മാരേജിലോട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ്. നമ്മളിപ്പോൾ നോക്കുമ്പം ഫീമെയിൽ ലിറ്ററസി ഏറ്റവും കൂടുതൽ അല്ലേ, ഔട്ട് ഓഫ് ദ ഹോൾ നേഷൻ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ലിറ്ററസി ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ പെൺകുട്ടികൾ എപ്പോഴും അവർ പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി മാരേജ് എന്ന് വിചാരിക്കും. അപ്പോൾ മാരേജ് കഴിഞ്ഞാലോ ഒന്ന് ഫാമിലിയൊക്കെ സെറ്റിൽ ആയിട്ട് മതി കുട്ടികൾ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ലേറ്റ് മാരേജ്, ലേറ്റ് പ്രഗ്നൻസി, ഇതെല്ലാം ഫൈബ്രോയിഡിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പം ഇതുകൂടാതെ ഫൈബ്രോയിഡിൽ ഫാമിലി ടെൻഡൻസി ഉണ്ട്. ഫാമിലിയൽ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ടായി, അപ്പോൾ മക്കൾക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു വീട്ടിലെ 3 സിസ്റ്റേഴ്സിന് ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫാമിലിയിൽ ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം ഒരു നിയറസ്റ്റ് ഡോക്ടറെ അപ്രോച്ച് ചെയ്ത് പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഹയർ സെൻറ്ററിൽ ഇവർക്ക് പോകാമല്ലോ. ഫൈബ്രോയിഡ് യൂട്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും കാണിക്കുക? പുറമെ, അതായത് ഒരു വയറുവേദനയായിട്ട് തന്നെ ഇവർക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുമോ? ഇത് ഈ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് വെച്ചാൽ ഈ ഗർഭാശയ ഭിത്തിയിലാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇത് പല ഡയറക്ഷനിലേക്കും വളരും.
കുറച്ചൊക്കെ ഞാൻ യൂട്രസിൻ്റെ പുറത്തേക്ക് വളരും, കുറച്ച് യൂട്രസിൻ്റെ അകത്തേക്ക് ക്യാവിറ്റിക്ക് അകത്തേക്ക് വളരും, കുറച്ച് ആ ഭിത്തിക്ക് അകത്ത് തന്നെ ഇരുന്ന് വളരും. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലോട്ടാണ് ഇത് വളരുന്നത് എന്നനുസരിച്ചിരിക്കും രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്രസ് ആ ഭിത്തിയിൽ നിന്ന് ഇൻറ്റസ്റ്റൈൻസിൻ്റെ ഇടയിലോട്ടാണ് വളരുന്നത്. ഇപ്പോൾ ഇൻറ്റസ്റ്റൈൻസ് എന്ത് ചെയ്ത് അങ്ങ് പതുക്കെ ഒതുങ്ങി കൊടുക്കും, ഇത് വളർന്നോട്ടെ, സ്പേസ് ഉണ്ടല്ലോ, വയറിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിന് വലിയ ലക്ഷണങ്ങളൊന്നും കാണില്ല. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഒരു പേഷ്യൻ്റ് ഒരു തൈറോയ്ഡ് സർജറിക്കാണ് ഹോസ്പിറ്റലിൽ വന്നത്. പക്ഷേ ആസ് എ പാർട്ട് ഓഫ് ഇവാലുവേഷൻ, പ്രീ ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട് സർജറിക്ക് മുമ്പായിട്ട്. അപ്പോഴിതിങ്ങനെ ഒരു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വയറിൽ ഒരു 30 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ്. പക്ഷേ ഈ പേഷ്യൻ്റെ വ്യാരം എന്നറിയാം, ഇവരുടെ നോർമൽ വയറാണിതെന്നാണ് ഇവരുടെ ധാരണ. അപ്പോൾ അത് ഈ കുടലിനിടയിലേക്ക് വളരുന്നതാണ്. അപ്പോൾ ഇതിന് വലിയ ലക്ഷണങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഗർഭാശയ ഭിത്തിയിൽ തന്നെ ഇരുന്ന് വളരുക, അല്ലെങ്കിൽ ഗർഭാശയത്തിനകത്തേക്ക് വളരുക, ഇങ്ങനെയുള്ളതിന് പല രോഗലക്ഷണങ്ങളും കാരണം. ഇത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മെൻസസിൻ്റെ സമയത്ത് ഭയങ്കര ബ്ലീഡിങ്. ഈ പേഷ്യൻ്റ് എന്ന് പറയും ഞാൻ കട്ടയായിട്ട് ബ്ലഡ് പോയി എന്ന് പറയും, ക്ലോട്ട്സ് പാസ് ചെയ്യും. ഒരു പേഷ്യൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്, സാധാരണ ഒരു നോർമൽ ഹെൽത്തി ഒരു ഫീമെയിലിന് വരേണ്ട ഹീമോഗ്ലോബിൻ 12 to 14 ഗ്രാംസ് ആണ്. ഇവർക്ക് 5 to 6 ഗ്രാംസേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ബ്ലീഡിങ് കട്ടയായിട്ട് പോയി ഇങ്ങനെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇവരെ വന്ന് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഗർഭാശയത്തിനുള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡിന് ഈ പീരിയഡ്സിൻ്റെ സമയത്ത് സിവിയർ വയറുവേദന, കഠിനമായ വയറുവേദന ഇങ്ങനെയുണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന ചില ഫൈബ്രോയിഡ്സ് ഉണ്ട്, ഈ മൂത്രസഞ്ചിയിലേക്ക് അമർന്നിരിക്കും. ഇപ്പോൾ മൂത്രസഞ്ചി എന്ന് പറയുന്നത് നമുക്ക് യൂട്രസിൻ്റെ ആൻറ്റീരിയറായിട്ടാണ്. അപ്പോൾ ഈ ബ്ലാഡറിലേക്ക് അമർന്ന് ചെയ്തിരിക്കുമ്പോഴത്തേക്കും യൂറിനറി റിട്ടൻഷൻ, മൂത്രം പോകുന്നില്ല. അപ്പോൾ 2 ദിവസമായി മൂത്രം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിവിയർ പെയിനായിട്ട് വരിക. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് തന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ് വരുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ കുഞ്ചിരിക്കുന്ന ഭാഗത്ത് ഫൈബ്രോയിഡ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണം വരാം. അതുപോലെ പ്രഗ്നൻ്റ് ആയാൽ പോലും റെക്കറൻറ്റ് മിസ്കാരേജസ് വരും. എന്ന് വെച്ചാൽ ഇതിന് വളരാൻ സ്ഥലമില്ല. ബേബി വളരുന്നിടത്ത് ഫൈബ്രോയിഡ് ഇരിക്കുമ്പോഴത്തേക്കും ഈ കുട്ടിക്ക് വളരാൻ സ്ഥലമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ അബോർഷനായിപ്പോവും. അതുപോലെ അബ്നോർമൽ ഒരു പൊസിഷൻ, അത് കുഞ്ഞിങ്ങനെ നേരെ ഇരിക്കുന്നവരും ചരിഞ്ഞിരിക്കും, ഒബ്ലിക്കായിട്ടിരിക്കും, അങ്ങനെയൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ. അതുപോലെ ബ്രീച്ച് തിരിഞ്ഞിരിക്കും, തല മുകളിലോട്ടിരിക്കും, അതുപോലെ പ്ലാസൻ്റ താഴെ വന്നിരിക്കും. അപ്പം ഇനി ഒക്യുപ്പൈ ചെയ്യുന്ന ഉള്ള സ്ഥലത്ത് ഇതങ്ങ് അക്കോമഡേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞിട്ട്. അതായത് ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവും, ആ സമയത്തുണ്ടാകുന്ന അബ്ഡോമൽ പെയിനെ കുറിച്ച് മാഡം പറഞ്ഞു. അതുപോലെ തന്നെ ബ്ലഡ് ലോസ് കൂടുതലായിട്ട് വരുന്നതിനെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്? ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് പലപ്പോഴും പറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏത് സ്ത്രീകളടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ പറയാറുണ്ട് ഈ പീരീഡ്സ് സമയത്തുണ്ടാകുന്ന ബാക്ക് പെയിനെ കുറിച്ചും അല്ലെങ്കിൽ വയറുവേദനയെ കുറിച്ചും ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ കോമൺ ആയിട്ട് തന്നെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് നമുക്ക് ഈ രോഗനിർണയം? ഇത് നമ്മൾ സാധാരണ ഒരു ക്ലിനിക്കൽ അവരോട് ഹിസ്റ്ററി ചോദിക്കും, ഒരു പ്രോപ്പർ ഹിസ്റ്ററി. ഇപ്പോൾ അവർ പറയല്ലോ പീരീഡ്സ് സമയത്ത് അമിതമായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ട്, കട്ടയായിട്ട് പോകുന്നു, ഭയങ്കര ക്ഷീണം, തളർച്ച, പീരീഡ്സ് സമയത്ത് ഭയങ്കര വേദന, ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ പറയുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരെ ഒരു നമ്മൾ ബോഡി കംപ്ലീറ്റ് തറവ് ബോഡി ചെക്കപ്പ്. ഇപ്പോൾ അനീമിയൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടേ, ബ്ലഡൊക്കെ കൊടുത്ത്. പിന്നെ അനീമിയ ഇതുകൊണ്ട് മാത്രമാണോ എന്ന് നമുക്കറിയണം അല്ലേ, ബ്ലഡിൻ്റെ വേറെ ബ്ലഡ് അബ്നോർമാലിറ്റീസ് കൊണ്ട് അനീമിയ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യണം. വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഇവർക്ക് ഇത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണോ, വേറെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണോ, ചിലപ്പോൾ ബ്ലീഡിങ് പൈൽസ് ആയിരിക്കും, നമുക്കത് അറിഞ്ഞുകൂടാം. അവർ പറയും ബ്ലീഡിങ് ആണ്, അപ്പോൾ ശരിക്കും അത് പൈൽസിൻ്റെ ബ്ലീഡിങ്, അതൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് കംപ്ലീറ്റ് ഇവരെ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുക, ബോഡി ചെക്കപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞ് ലോക്കൽ എക്സാമിനേഷൻ ഉണ്ട്, നമ്മൾ വയറൊക്കെ ചെക്ക് ചെയ്തു, ഒരു വെജൈനൽ എക്സാമിനേഷൻ, സ്പെക്കുലം എക്സാമിനേഷൻ. ആ സമയത്ത് നമുക്ക് വലിയ ബ്ലീഡിങ് ഇല്ലെങ്കിൽ നമുക്ക് പാപ്സ്മിയർ എടുക്കാം. കാരണം ഈ ഏജിലാണ് സർവൈക്കൽ ക്യാൻസർ കൂടുതൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പാപ്സ്മിയറും റുട്ടീനായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളൊരു പെൽവിക് എക്സാമിനേഷൻ ചെയ്യും, ഇതിൻ്റെ സൈസ് കൊണ്ട് ക്ലിനിക്കലി അസസ് ചെയ്യും, എത്രമാത്രമാണ് യൂട്രസിൻ്റെ സൈസ്, യൂട്രസിൻ്റെ മഴ തന്നെ ആണോ, ഇതിന് ഓവറിയുടെ മഴ വല്ലതും ആണോ, യൂട്രസിൽ തന്നെ എൻഡോമെട്രിയൽ ക്യാൻസറോ വല്ലതും ആണോ, അതോ അങ്ങനെ ആ ഒരു അസസ്മെൻറ്റ്. ഇന്ന് രാവിലെ എൻ്റെ പേഷ്യൻറ്റ് വന്നു ഒപ്പിയിൽ, അപ്പോൾ നോക്കുമ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന ഇത്ര വീക്ക് സൈസ് എന്നാണ്, അത് 16 വീക്ക് സൈസ്. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് 40 വീക്സ് ടോട്ടൽ. അപ്പോൾ 16 വീക്ക് സൈസ്, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അപ്പോൾ 16 4 മാസം പ്രഗ്നൻസിയുടെ വലിപ്പം. അപ്പോൾ അങ്ങനെ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ ബൈ അൾട്രാസൗണ്ട്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്താലുള്ള ഗുണം ഇത് ഒന്നാമതായിട്ട് ഈ ഫൈബ്രോയിഡ്സ് തന്നെ ഒരുപാട് ഫൈബ്രോയിഡ്സ് ഉണ്ടാകാം, നമ്പർ ഓഫ് ഫൈബ്രോയിഡ്സ്. ഒരു 2 ദിവസം മുമ്പ് ഒരു സിസേറിയൻ ചെയ്തപ്പോൾ
ഈ നമുക്ക് ബേബിയൊക്കെ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ യൂട്രസിൻ്റെ സർഫസ് മുഴുവനും കുഞ്ഞു 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 ഫൈബ്രോയിഡ്സ്. എനിക്കൊന്നൊരു പെന്നിൻ്റെ ആ ഒരു ഇത് തൊട്ട് ആ ടിപ്പ് തൊട്ട് ഒരു ചെറിയ ബട്ടൺസിൻ്റെ വലിപ്പം വരെയുള്ള സർഫസ് മുഴുവൻ ഫൈബ്രോയിഡ്സ്. അപ്പോൾ നമുക്ക് ഇത് ഒരു സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതിനെ മിമിക് ചെയ്യുന്ന വേറെ അസുഖങ്ങളുണ്ട്. അഡിനോമയോസിസ് എന്നൊക്കെ പറയും. അത് യൂട്രസിൻ്റെ ഉള്ളിലെ ഗ്ലാൻഡും ഒക്കെ യൂട്രസിൻ്റെ ഭിത്തിയിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അസുഖമാണ്. അപ്പോൾ ഇത് അഡിനോമയോസിസ് ആണോ, ഫൈബ്രോയിഡ് ആണോ? ഫൈബ്രോയിഡ് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫൈബ്രോയിഡ്, എത്ര എണ്ണമുണ്ട്, ഇതിൻ്റെ വലിപ്പം എങ്ങനെയാണ്, ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ്? ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇങ്ങനെ പുറത്തോട്ട് വളരും, അകത്തോട്ട് വളരും, മൂത്രസഞ്ചി പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് മേക്ക് ഔട്ട് ചെയ്യാം. തീർച്ചയായിട്ടും മാം, അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മീനു, കോഴിക്കോട്. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. ഹലോ ഡോക്ടർ. ഓക്കെ, പറഞ്ഞോ. ഞാൻ കോഴിക്കോട് നിന്ന് മീനുവാണേ. എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് യൂട്രസ് കംപ്ലീറ്റ് ഓവറി അടക്കം റിമൂവ് ചെയ്തതാണേ. ഓവറി റിമൂവ് ചെയ്തു. ഓക്കെ, അതെന്തിനാ ഓവറി മാത്രം റിമൂവ് ചെയ്തേ? അല്ല, യൂട്രസോട് കൂടെ. അങ്ങനെ. എത്ര വയസ്സായി? ഏജ് എത്രയാ? 45. 45. യൂട്രസ് ഓവറീസ് റിമൂവ് ചെയ്തു. ഓക്കെ, അത് ഫൈബ്രോയിഡിന് വേണ്ടിയായിരുന്നു റിമൂവ് ചെയ്തേ? അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് അതുകൂടെ എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം 5 മാസത്തോളായി. ഇപ്പൊ 5 മാസമായി. അപ്പൊ ഇപ്പൊ ഇങ്ങനെ തടി കൂടുന്നുണ്ട്, ഊരവേദനയും കൂടി വരിക. എവിടെയാ വേദന? ഊരയ്ക്ക് വേദന, നട്ടലിന്റെ ബാക്കേക്ക്. അത് ഇപ്പം നമുക്ക് ആ ഏജ് എന്ന് പറയുമ്പോൾ 45 ഇയേഴ്സ് അല്ലേ? ഈ എല്ല് അസ്ഥിക്ഷയം എന്നൊക്കെ പറയില്ലേ? അപ്പം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഫൈബ്രോയിഡ് യൂട്രസ് വന്നത്. അപ്പം നമുക്ക് പിന്നെ ആ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഇപ്പം വന്നിരിക്കുന്നു. ഓവറി നീക്കുകയും ചെയ്തു. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ബോഡിയിൽ ഒരു 40 വയസ്സ് തൊട്ടേ ഈ അസ്ഥിക്ഷയം അല്ലെങ്കിൽ ബലക്ഷയം അല്ലെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും, ഇതുണ്ടാവും. അത് ഈസ്ട്രജന്റെ ഡെഫിഷ്യൻസി മൂലം കാൽസ്യം ബോണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈസ്ട്രജനാണ്. അപ്പോൾ ഇങ്ങനെ ആ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ അസ്ഥിക്ഷയം വരുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, നമ്മൾ കാൽസ്യം ഗുളികകൾ നന്നായിട്ട് കഴിക്കണം. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു നാച്ചുറൽ ഹോർമോൺസ് എന്ന് പറയും, അതായത് പ്രകൃതിദത്തമായ ഹോർമോൺസ് ഉള്ള ചില പ്രിപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന പയറുവർഗ്ഗങ്ങളിൽ മെയിൻലി സോയ പൗഡർ അല്ലെങ്കിൽ സോയ ചങ്ക് അല്ലെങ്കിൽ സോയാ ബീൻസ് എന്ന് പറയും. ഇതിൽ നാച്ചുറൽ ഈസ്ട്രജൻ വളരെ ഉണ്ട്. ഇത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ ഈ ഓസ്റ്റിയോപൊറോസിസിന് നല്ല ഒരു ശമനം വരും. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇല്ല, ഡെയിലി നമുക്ക് കഴിക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചെറിയ മീനുകളൊക്കെ കിട്ടില്ലേ, നെത്തോലി പോലെയുള്ള മുള്ളുള്ള മീന്, അത് നമുക്ക് ധാരാളം കഴിക്കാം. അത് മുള്ളോട് കൂടി തന്നെ കഴിക്കുക. അപ്പോഴും നമുക്ക് കാൽസ്യമൊക്കെ നന്നായിട്ട് വന്ന് ബോണിലൊക്കെ നല്ല ശക്തി വന്ന് നടുവേദനയൊക്കെ കുറയും. പിന്നെ വേണേൽ ലോക്കൽ ഓയിൻമെന്റും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. തടി കൂടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്താലേ പറ്റുള്ളൂ. റെഗുലർ ഒരു അരമണിക്കൂർ. അല്ല, അത് നമുക്ക് അതെന്താണെന്ന് അറിയാം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അങ്ങ് റെസ്റ്റ് ചെയ്യുമല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നതല്ലേ, അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ റെസ്റ്റിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്നതൊക്കെ ബോഡിയിലേക്ക് അങ്ങ് പിടിക്കും. അപ്പോൾ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും. അതുകൊണ്ടാണ് അത് നമ്മൾ ഡെയിലി കുറച്ചുകൂടെ ആക്റ്റീവ് ആയാൽ മതി. ഒരു അരമണിക്കൂർ സ്പീഡിൽ ദിവസം നടക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ സൈക്കിൾ വാങ്ങിച്ച് വീട്ടിൽ ചവിട്ടുകയോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ട്രെഡ്മിൽ ചെയ്യുകയോ എന്തെങ്കിലും റെഗുലറായിട്ട് ചെയ്താൽ മതി ഓട്ടം. പിന്നെ നമുക്ക് ഫുഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫാറ്റ് ഫുഡൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക, പിന്നെ അരി ആഹാരം കുറച്ച് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, കൂടുതലും ഗോതമ്പ് കഴിക്കുക, പഴങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ശരിയായിക്കോളും കേട്ടോ. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. നമ്മൾ പറഞ്ഞിരുന്ന രോഗനിർണയത്തെ കുറിച്ചാണ് മാം. ഈ ഫൈബ്രോയിഡ്സിന് എല്ലാ ഫൈബ്രോയിഡ്സിനും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ടോ? എപ്പോഴും പറയാറുണ്ട് ഒരു ഫൈബ്രോയിഡ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഡോക്ടർ കുറച്ച് നാൾ വാച്ച് ചെയ്യാൻ പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ തന്നെ പറഞ്ഞു അത് നീക്കം ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാത്തിനും ഈ ഒരു സർജിക്കൽ മാനേജ്മെന്റ് ആണോ ഫൈബ്രോയിഡ്സിന് വേണ്ടി വരിക? അല്ല, ചെറിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. ചെറിയ ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പേ വീട്ടിലൊരു വന്നിട്ട് ഒരു യൂട്രസിനുള്ളിലേക്ക് വളരുന്ന ഒരു 3 സെൻറ്റിമീറ്റർ ഫൈബ്രോണ്. പക്ഷേ ഇവർക്ക് ഒരു ലക്ഷണവും ഇല്ല. ചെറിയ ഒരു ബാക്കേക്ക് വന്നപ്പം ചെന്ന് നോക്കിയതാണ്. അപ്പോൾ അവർ നോക്കിയപ്പോൾ അപ്പോൾ ഞാനത് കണ്ടുപോയി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം അതിനിപ്പോൾ മെൻസ് സമയത്ത് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ അത് നീക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഫൈബ്രോയിഡ്സ് വിത്തൗട്ട് സിംറ്റംസ് നമുക്ക് വെറുതെ വിട്ടാൽ മതി. പക്ഷേ
വേറെ സിംറ്റംസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരുന്നു, മൂത്രസഞ്ചിയിൽ പ്രസ് ചെയ്തിരിക്കുന്നു, അല്ലെ ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, കൂടെ അബോർഷനായി പോകുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഡെഫിനറ്റായിട്ട് നമ്മൾ ചികിത്സ എടുക്കണം. പിന്നെ ഈ ചികിത്സ തന്നെ നമ്മൾ തീരുമാനിക്കണം ഇവരുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്. ഇവർക്ക് ഒരു കുട്ടിയുണ്ടോ, അതോ കുട്ടികളില്ലയോ, അതോ 2 കുട്ടികളാണോ, ഇനിയും കുട്ടികൾ വേണോ, ഇങ്ങനെ പല ഫാക്ടേഴ്സ് അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് തരത്തിലാണ് ഈ സർജറി ചെയ്യേണ്ടതെന്ന്. മാം പറഞ്ഞു കഴിഞ്ഞു ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏത് തരം ചികിത്സയാണ് നമ്മൾ തേടേണ്ടത്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏത് തരം ചികിത്സയാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക? അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോ. മാവേലിക്കര. പറയൂ മാഡം. എനിക്ക് മൂത്രം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. യൂട്രസ് എന്തോ ഒന്നും കേട്ടില്ല ഞാൻ. മൂത്രം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഓക്കെ. എത്ര വയസ്സായി? 45. 45. മുമ്പ് വേറെ പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികൾ. അപ്പോൾ ഇത് നമുക്ക് 45 വയസ്സല്ലേ. അപ്പോൾ ഈ മൂത്രം പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഈ 2 തരത്തിലുണ്ട്. ചിലർക്കാണെങ്കിൽ ടോയ്ലറ്റിൽ എത്തും മുമ്പേ മൂത്രം പോകും, പിടിച്ചു നിർത്താൻ പറ്റില്ല. അതെന്ന് പറയുന്നത് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ചിലതാണെങ്കിൽ അങ്ങനെയല്ല, ചുമയ്ക്കുമ്പം തുമ്മുമ്പോൾ ഒക്കെ യൂറിൻ പോകും. ഇതിലേതാണ് നമുക്കുള്ളത്? ചുമയ്ക്കുമ്പോഴാണ് കൂടുതൽ. അത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. നമുക്കൊന്നും ചിലപ്പം വളരെ വർത്താനം പറഞ്ഞ് ഉറക്കച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ യൂറിൻ അങ്ങ് പോവും. ഇത് ആ ഭഗപേശികൾക്ക് പ്രോപ്പർ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതും നമുക്ക് ഏജ് കൂടും തോറും ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി, അതിൻ്റെ കുറവ് മൂലം ഈ ഭഗപേശികൾ ആ മൂത്രനാളിക്ക് ചുറ്റുമുള്ള പേശികളുടെ സപ്പോർട്ട് ഇത് കുറയുന്നത് കൊണ്ടാണ്. അതിന് സർജറിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയ തോതിലേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെൽവിക് എക്സർസൈസ് മൂലം ഇത് ശരിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മൂത്രം പിടിച്ച് നിർക്കണം. അപ്പോൾ നമ്മൾ പബ്ലിക് പ്ലേസിൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നെങ്കിൽ നമ്മൾ പിടിച്ച് നിർത്തുകയല്ലേ, പെട്ടെന്ന് മൂത്രം വിടുക. അപ്പോൾ നമ്മൾ ആ പിടിച്ചൊന്ന് നിർത്തുക, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് വിടുക, വീണ്ടും പിടിച്ച് നിർത്തുക. അങ്ങനെ ആ എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ മസിൽ സ്ട്രോങ് ആകും. അതിൽ ശരിയാവുന്നില്ലെങ്കിൽ സർജറി ഉണ്ട് അതിനുള്ള സർജറി. പിന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന ഗ്രാഫ്റ്റൊക്കെ വെച്ചുള്ള സർജറി ഉണ്ട്, അത് ചെയ്താൽ മതി. ഓക്കെ മാഡത്തിൻ്റെ സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. മാം, ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സർജിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഏത് തരം ചികിത്സയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞില്ലേ, പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ ഒരു 40 വയസ്സൊക്കെ ആയി, ആവശ്യത്തിന് കുട്ടികളൊക്കെ ആയി, ഇനിയും കുട്ടികളൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്ക് ഒരു നല്ല ഫൈബ്രോയിഡ്, വലിപ്പമുള്ള ഫൈബ്രോയിഡ് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ മുഴയോടൊപ്പം യൂട്രസും കൂടെ നീക്കം ചെയ്യാം. അതേസമയം ഒരു കുട്ടിയേ ഉള്ളൂ, 25 വയസ്സായി, ഒരു കുട്ടിയേ ഉള്ളൂ, ഇനി ഒരു കുട്ടിയും കൂടെ വേണം, അല്ലെങ്കിൽ കുട്ടികളേ ഇല്ല, കൂടെ അബോർഷനായി പോകുന്നു, ഇങ്ങനെയുള്ളവർക്ക് യൂട്രസ് വെച്ചുകൊണ്ട് മുഴ മാത്രം നീക്കം ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ മുഴ നീക്കം ചെയ്യുമ്പോൾ ചിലപ്പോൾ അമിതമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രോപ്പർ കൺസെൻറ്റ് വേണം. ഇൻ കേസ് ഇത് നമുക്ക് മുഴ മാത്രം നീക്കാൻ പറ്റിയില്ലെങ്കിൽ ഹിസ്റ്റക്ടമി ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് നമുക്ക് അവരുടെ ഒരു കൺസെൻറ്റ് വാങ്ങണം. അതിൽ ബ്ലഡ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ 3ാമത്തെ കാര്യം, ഈ മുഴ നീക്കം ചെയ്താലും ഒരു 50% ആളുകൾക്ക് വിത്തിൻ 5 ഇയേഴ്സ് വീണ്ടും മുഴ വരും. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഇത് അങ്ങ് കൊച്ചു മഴകൾ ചിലപ്പം ഇങ്ങനെ അത് വലുതാകും, പക്ഷേ കുറേ സമയമെടുക്കും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ പ്രോപ്പർ കൺസെൻറ്റും കാര്യങ്ങളും ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ് ആൻഡ് ബൈസ്റ്റാൻഡേഴ്സ്. ഇത് കഴിഞ്ഞിട്ട് ഡിസൈഡ് എന്ത് ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് അഡപ്റ്റ് ചെയ്യേണ്ടത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമുക്ക് പറ്റത്തില്ല. മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു ഈസ്ട്രജൻ കൂടുതലുള്ളത് കൊണ്ടാണ് ഫൈബ്രോയിഡ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈസ്ട്രജൻ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അതായത് ബ്രെയിനിനെ കൺട്രോൾ ചെയ്ത് ഈസ്ട്രജൻ കുറയ്ക്കണം, അതിനുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എല്ല് തേയ്മാനമൊക്കെ വരും. ഈസ്ട്രജൻ വളരെ കുറഞ്ഞു പോയില്ലേ, എല്ല് തേയ്മാനമൊക്കെ വരും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ഫൈബ്രോയിഡ് വരും. ഇത് നമുക്ക് എപ്പോഴും അഡ്വൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിന് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാഡം എനിക്ക് 2 മാസം കഴിഞ്ഞ് മതി സർജറി ആണ്, മോളുടെ പ്രസവമാണ്, ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത് തൽക്കാലത്തേക്കൊന്ന് പ്രൊലോങ് ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മുഴ ചുരുങ്ങും. അപ്പോൾ പിന്നെ സർജറി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയി. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മധ്യവയസ്കരിലെ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നേരി. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം hello.doctor
പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.